എന്തുപറ്റി? ആര്യ, അത് അലോകല്ലേ? അതെ എടുത്തി. എന്താ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ നിൽക്കുന്നവൻ ആര്യൻ. അങ്ങനെ നോക്കല്ലേ, അനുശ്രീയുടെ ചേട്ടൻ. അവന്റെ കൂടെ ഉള്ളതാ മീനാക്ഷി, ആര്യന്റെയും അനുശ്രീയുടെയും ഏട്ടത്തി. ആര്യൻ എനിക്ക് പണി കുറേ തന്നതാ. അവന്റെ പേരും പറഞ്ഞിട്ടാ അനുശ്രീ ചാട കാണിക്കുന്നത്. അനുശ്രീയോട് ഭയങ്കര സ്നേഹം ആര്യന്. ഞാൻ വേറൊരു പെണ്ണുമായിട്ട് നിൽക്കുന്ന കണ്ട അവൻ ഞെട്ടിക്കാണും. അവനെ ഞെട്ടിക്കാൻ തന്നെയാ ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത്. ചതിയൻ. അനുശ്രീ വീട്ടിലുള്ളപ്പോ വേറെ ഏതോ പെണ്ണുമായിട്ട് ചുറ്റിക്കറങ്ങുക. ഇതെനിക്ക് ചോദിക്കണോടത്തി. അവന് BP കയറി തുടങ്ങി. നീ ഇങ്ങോട്ട് അടുത്ത് നിൽക്കേ. അത് വേണോടാ. ഇത് അവനെ ഒന്ന് വട്ടാക്കാൻ വേണ്ടിയല്ലേ. നീ ചുമ്മാ അഭിനയിച്ചാ മതി. എടുത്തി, അവൻ വൃത്തികെട്ടവന്റെ കൊഴുപ്പെന്ന് ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട്. റോഡിൽ കിടന്നൊരു പ്രശ്നം വേണം. വേണം എടുത്തി. എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോളാം, നീ ഇടപെടണ്ട. എല്ലാം ഞാൻ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നു. അവൻ നമ്മളെ കണ്ട സ്ഥിതിക്ക് നീ എന്നോട് കൂടുതൽ ചിരിക്കണം, കൊഞ്ചിക്കൊഴച്ച് സംസാരിക്കണം, നമ്മളെ കണ്ട കട്ട ലവേഴ്സ് എന്ന് തോന്നിക്കണം. അയ്യേ, എന്തൊരു വൃത്തികേട് എടുത്തി കാണിക്കുന്നവൻ. അല്ല, അയാള് നിന്റെ ഭാര്യയുടെ സഹോദരനല്ലേ? അയാള് വയലന്റ് ആവില്ലേ? ആവണം എടി, അതിനു വേണ്ടിയല്ല നിന്നെ ഞാൻ വരുത്തിയത്. അനുശ്രീക്ക് അവളുടെ ആര്യം ചേട്ടെന്ന് പറഞ്ഞ 100 നാവാ. ഇവന് അതുപോലെ തന്നെ അനിയത്തിന്ന് വെച്ച ചാവും. എനിക്ക് വേറൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്ന് അറിയുമ്പോ അവന്റെ മാനം പോവും. ഇവൻ ഇന്ന് ഇവിടെ ഇട്ട് ഞാൻ ചവിട്ടി കൂട്ടും. എടാ, നീ ഒന്ന് അടങ്ങ്. എന്തേലും പ്രശ്നം ഉണ്ടായ നാട്ടുകാരൊക്കെ ഇടപെടും. അവന്റെ ഉറക്കം പോവാനുള്ളതായി. ഇനി നീ കേറിക്കോ, അവൻ എരിഞ്ഞ് ചാവട്ടെ. കേറിക്കോ. എന്നെ ഒന്ന് മുറുക്ക പിടിച്ചോണേ. അതിനെന്താ, ഞാൻ മുറുക്ക പിടിച്ചോളാം.